ബാബാ തിരുമേനിക്ക് എന്നെ ഇത്രയും പേടിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. സാധാരണ തിരിച്ചാണ്. ഏതാണേലും ഒരു ഇച്ചിരി പേടിയുള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനെല്ലാം നന്മയും നേരുകയാണ്. ഈ ബഥനി സന്യാസിനി സമൂഹം സഭയ്ക്കും സമൂഹത്തിനും ചെയ്യുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ചും തിരുവല്ല പ്രോവിൻസിൻ്റെ ആരംഭകയാകുവാൻ ദൈവം നിയോഗിച്ച മദർ ഹൂബ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്നേഹത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു. മഠത്തിൽ എന്തുണ്ടാക്കിയാലും അത് സെമിനറിക്കാർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പതിവ് മദറിനുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും തുടരാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മദറിൻ്റെ പ്രത്യേകമായ ശിക്ഷണത്തിലാണ് നമുക്കിവിടെ നമ്മളുടെ മിണ്ടാമടമെന്ന് പറയുന്ന പ്രിയപ്പെട്ട സന്യാസിനികൾ തൊട്ടടുത്ത്, പ്രത്യേകിച്ചും പുനരൈക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കോട്ടയത്ത് നിന്ന് അല്ലെങ്കിൽ വിജയപുരത്ത് നിന്ന് തിരുവല്ലയിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ആ ഭവനത്തെ സ്വീകരിച്ചതും അവിടുത്തെ സന്യാസിനികൾക്ക് വേണ്ടതായ എല്ലാ പ്രചോദനവും നൽകിയത് മദർ ഹൂബയും ബഥനി സന്യാസിനി സമൂഹവുമായിരുന്നു. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ സന്യാസം എന്നത് ഉപേക്ഷിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സന്യസ്തർ, പിതാവ് ഓരോരോ കാര്യങ്ങൾ, ബാബാ തിരുമനസ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം ഉപേക്ഷിച്ച് കടന്നു വന്ന പൊന്നുപിതാവ് മാർ ഇവാനിയോസ് തിരുമേനി 450 ഏക്കർ സ്ഥലം, അത് മുണ്ടൻമലയിൽ നിന്ന്, പെരുന്നാട്ടിൽ നിന്ന് അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് പടിയിറങ്ങിയതായ പൊന്നു തിരുമേനി ഉപേക്ഷിച്ചത് കൊണ്ട് കെട്ടിപ്പടുത്തത് എന്താണെന്ന് ദൈനംദിനമുള്ള നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്ന, പ്രത്യേകിച്ചും സന്യസ്തരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷ ഏതൊരു കാര്യത്തിൽ വന്നാലും അതിന് വളരെ ഔദാര്യത്തോടുകൂടി മറുപടി പറയുവാനുള്ള വലിയൊരു സമയമായിട്ട് നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മിഷനെ വളർത്തുവാനുള്ള വലിയ അവസരമായിട്ട് നമ്മളുടെ ഈ ജൂബിലി, ഈ ശതാബ്ദി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവല്ലയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെയൊക്കെ നിങ്ങൾ അനുഗ്രഹിച്ചു. തിരുവല്ലയിലെ ആ വലിയ നന്മ, അല്ലെങ്കിൽ തിരുവല്ലയ്ക്ക് നിങ്ങൾ നൽകുന്നതായ ഈ വലിയ നന്മയും അനുഗ്രഹത്തെയും ഞാൻ ഓർത്ത് നിങ്ങൾക്കേവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.